നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിലെ പ്രമുഖ രാജ്യമായ UAE-യുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഇപ്പോഴത്തെ ഇസ്രായേൽ വിമാന സർവീസും ആരംഭിക്കുകയുണ്ടായി. ആദ്യ ഇസ്രായേൽ വിമാനം നാളെ UAE-യിൽ ഇറങ്ങുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ UAE-യിലെത്തുന്ന ആദ്യ വാണിജ്യ വിമാനത്തിൽ ഇസ്രായേൽ പ്രതിനിധി സംഘത്തിന് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ സംഘവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആദ്യ വിമാനത്തിന്റെ യാത്രാ ഷെഡ്യൂൾ ഇസ്രായേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ യാത്രാ ഷെഡ്യൂൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ വെള്ളിയാഴ്ച പുറത്തിറക്കിയ പട്ടികയിൽ ഇതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ബെൻഗുറിയൻ എയർപോർട്ടിൽ നിന്ന് അബുദാബി വിമാനത്താവളത്തിലേക്ക് ഇസ്രായേൽ വിമാന കമ്പനിയായ ഇൽ അൽ വിമാനമാണ് സർവീസ് നടത്തുക. തിങ്കളാഴ്ച അബുദാബിയിലെത്തുന്ന വിമാനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ബെൻഗുറിയൻ വിമാനത്താവളത്തിലേക്ക് തിരിച്ചു പറക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ലാത്ത സൗദിയുടെ വ്യോമപാതയിലൂടെയായിരിക്കും ഇസ്രായേൽ വിമാനം അബുദാബിയിലേക്കുള്ള യാത്രയിൽ സഞ്ചരിക്കുന്നത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച UAE നടപടി സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുമില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ 2002 അറബ് സമാധാന കരാർ തന്നെ നടപ്പാക്കണമെന്നാണ് സൗദിയുടെ നിലപാട്. അമേരിക്കയുടെ പ്രത്യേക താൽപര്യത്തിലൂന്നിയുള്ള ചർച്ചകളിലാണ് UAE ഇസ്രായേൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത്. അതേസമയം വിമാനയാത്രയെക്കുറിച്ച് ഇസ്രായേൽ അധികൃതരോ UAE അധികൃതരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അബുദാബിയിലെ അമേരിക്കൻ എംബസിയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. തങ്ങളുടെ F-35 വിമാനങ്ങൾ നൽകി ഗൾഫിൽ നിന്ന് വൈദ്യുതി വാങ്ങുക എന്ന ലക്ഷ്യവും ഇസ്രായേലിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്കായി പ്രതിനിധികളെ വഹിച്ചുള്ള പ്രൈവറ്റ് വിമാനങ്ങൾ ഇരു രാജ്യങ്ങളെ ബന്ധിച്ച് പറന്നിരുന്നു. ഇതുകൂടാതെ കോവിഡ് വൈറസ് ബാധയിൽ പലസ്തീനെ സഹായിക്കാനായി ഇക്കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലായി ഇത്തിഹാദ് എയർ കാർഗോ വിമാനങ്ങളും ഇസ്രായേലിലേക്ക് പറക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.